ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് ചായക്കൊപ്പം കറുമുറ കുറിക്കാൻ പറ്റിയ ഒരു നാടൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അമ്മ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പക്കാവട, ചില സ്ഥലങ്ങളിൽ ഇതിന് റിബൺ പക്കോട, റിബൺ മുറുക്ക്, ഓലവട, ഓലപ്പക്കോട, നാടൻ മുറുക്ക്, ഇങ്ങനെ പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെ നീണ്ടുപോകുന്ന ഇതിൻ്റെ പേരുകൾ ഈ ഒരു സ്നാക്കിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ കേട്ടോ. എന്നാലും പൊതുവേ ഞാൻ കേട്ടിരിക്കുന്നത് വെച്ച് പക്കാവട എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമ്മയുടെ പക്കാവടയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്മയുടെ പക്കാവടയിലേക്ക് കടക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 300 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, വറുത്ത അരിപ്പൊടി തന്നെയാണ്. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടാതെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ്, കാരണം നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പം വറ്റൽമുളക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, ക്രഷ്ഡ് ചില്ലി. നിങ്ങൾ പാക്കറ്റ് കിട്ടുന്ന ചില്ലി ഫ്ലേക്സ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ട് ഒന്നും കൂടി നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് സേവനാഴിയുടെ ഹോളിൽ വന്ന് സ്റ്റക്കാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പം 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പം നമ്മുടെ പക്കാവടയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ എരിവിനായിട്ട് ഇതാണ് ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ, അതും നല്ലതാണ്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. തീരെ അങ്ങ് ടൈറ്റ് ആകാനും പാടില്ല, എന്നാൽ കൂടുതൽ ലൂസായി പോകാനും പാടില്ല. ഇതുപോലെ നല്ല സോഫ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കണം. ഈ സേവനാഴിയുടെ പോലുള്ള ചില്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബേസിലൊന്ന് ഫിക്സ് ആക്കി എടുക്കാം. ഇനി മാവ് ഒരു 1/4 ഭാഗം അതിലേക്ക് ചേർത്ത് നമുക്ക് സേവനാഴി ക്ലോസ് ചെയ്യാം. ഇതുപോലെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഈ ഒരു പക്കാവടയ്ക്ക് നല്ലൊരു സ്വാദ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കളറ് മാറാതെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരണം. ഇങ്ങനെ ആദ്യം തന്നെ വറുത്തെടുക്കുമ്പോൾ ആ എണ്ണയ്ക്ക് കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് അതിലോട്ട് മാവ് പിഴിയാം. ഇതുപോലെ വട്ടത്തിലങ്ങ് പിഴിഞ്ഞെടുക്കാം. ഫ്ലെയിം ഒരു ലോയിലേക്ക് ആക്കി വെക്കണം, അതല്ലെങ്കിൽ നമ്മുടെ എണ്ണയിൽ നിന്നുള്ള ആ ചൂട് നമ്മുടെ കയ്യിലേക്ക് അടിച്ചിട്ട് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളതിലേക്ക് പിഴിയുമ്പം പെട്ടെന്ന് തന്നെ എണ്ണയിലെ ചൂടും എപ്പോട്ട് കയറി വരും. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ തവി കൊണ്ടൊന്ന് തിരിച്ചു മറിച്ച് വിട്ടു കൊടുക്കണം. ഇതിപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി സ്ട്രെയിനറിലേക്ക് അങ്ങ് മാറ്റാം. ഇതുപോലെ മുഴുവൻ മാവും നമുക്ക് എണ്ണയിലേക്ക് പിഴിഞ്ഞ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം.
ഇതിപ്പം മുഴുവൻ പക്കാവട ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പക്കാവട റെഡി ആയിട്ടുണ്ട്. 4 മണി ചായയുടെ കൂടെ നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ പക്കാവടയാണ്. ഈ രീതിയിൽ നിങ്ങൾ പക്കാവട ചെയ്തെടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കാരണം ആ ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കൂടാതെ അധികം കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാകത്തില്ല. കാരണം പകുതി അരിപ്പൊടിയും പകുതി കടലമാവുമാണല്ലോ ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്കാവടയ്ക്ക് അധികം അങ്ങ് കട്ടിയുമില്ല, തിന്നാണ്, എന്നാൽ നല്ല ക്രിസ്പിയുമാണ്. തിന്നായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ ക്രിസ്പിയുമാണ്. ടേസ്റ്റും അടിപൊളിയാണ്. കടലമാവ് മാത്രം ചേർത്ത് ചില കടകളിൽ നിന്നൊക്കെ ഈ പക്കാവട കാണാറുണ്ട്. എന്തോ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും അത്രയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. കട്ടിയും കൂടുതലായിരിക്കും. കടലമാവിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത്രയൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പം നിങ്ങൾ ഈ ഒരു പ്രപ്പോർഷനിൽ പക്കാവടയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില്ലി ഫ്ലേക്സ് ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സേവനാഴിയിൽ ഞാൻ പറഞ്ഞ പോലെ മാവ് സ്റ്റക്കാകും, വേണ്ട വിധം പിഴിഞ്ഞെടുക്കാനിട്ട് പറ്റത്തുമില്ല. ആ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും പിന്നെ വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. പക്കാവട സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലേ. കറക്റ്റ് ഒരു പ്രപ്പോർഷനും ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് പക്കാവട കറക്റ്റ് ഒരു ടേസ്റ്റിലേക്ക് എത്തുന്നത്. എന്തായാലും ഞാൻ സൂപ്പറാണെന്ന് എപ്പോഴും പറഞ്ഞാൽ പോരാ, നിങ്ങളിതുണ്ടാക്കി നോക്കുക. എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണം. അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.